നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തലശ്ശേരിയിൽ വൻ കവർച്ചാ സംഘം അറസ്റ്റിൽ. ആയുധങ്ങൾ കണ്ടെടുത്തു. പിടിയിലായവരിൽ രാഷ്ട്രീയ ക്രിമിനലുകളും. സംഘം 250-ലേറെ കവർച്ച നടത്തിയതായി പോലീസ്. പാഠപുസ്തകം ചോദിക്കുന്ന വിദ്യാർത്ഥികളെ സർക്കാർ അടിച്ചമർത്തുകയാണെന്ന് വി ശിവദാസൻ. സ്വകാര്യ പ്രസ്സുമായുള്ള ഇടപാട് അഴിമതി നടത്താൻ, സമരങ്ങളെ അടിച്ചമർത്താൻ അനുവദിക്കില്ലെന്ന് ടി.വി. രാജേഷ് എം.എൽ.എ. അംഗനവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണമെന്ന ആവശ്യം. രാജ്യവ്യാപകമായി മാർച്ചും ധർണയും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ചിൽ ആയിരങ്ങൾ പങ്കെടുത്തു. മാക്കൂട്ടം അതിർത്തിയിൽ കേരളത്തിന്റെ സ്ഥലം കർണാടകം കയ്യേറിയ സംഭവം. പഠന റിപ്പോർട്ട് ഉടൻ സർക്കാരിന് സമർപ്പിക്കും. കേരളത്തിന്റെ സ്ഥലം കയ്യേറിയതായി റിപ്പോർട്ട്. കയ്യേറ്റം ബാരാപ്പോൾ ജലവൈദ്യുത പദ്ധതിയിൽ. വാർത്തകൾ വിശദമായി. തലശ്ശേരിയിൽ വൻ കവർച്ചാ സംഘം അറസ്റ്റിൽ. ആയുധങ്ങൾ കണ്ടെടുത്തു. പിടിയിലായവരിൽ രാഷ്ട്രീയ ക്രിമിനലുകളും. പ്രകാശ് ബാബു, സഹോദരങ്ങളായ നവനീത്, നിവേദ്, കാരി സതീഷ് എന്നിവരാണ് പിടിയിലായത്. 4 സംസ്ഥാനങ്ങളിലായി സംഘം 250-ലേറെ കവർച്ചകൾ നടത്തിയിട്ടുണ്ട്. പ്രകാശ് ബാബു ഒഴികെയുള്ളവർ രാഷ്ട്രീയ അക്രമ കേസുകളിൽ പ്രതികളാണ്. 4 സംസ്ഥാനങ്ങളിലായി 250-ലേറെ കവർച്ച നടത്തിവന്ന തലശ്ശേരി പാനൂർ മേഖലകളിലെ രാഷ്ട്രീയ ക്രിമിനലുകൾ ഉൾപ്പെടെയുള്ള സംഘമാണ് പിടിയിലായത്. പ്രതികളിൽ നിന്ന് ഇരുതലമൂർച്ചയുള്ള കത്തി, കമ്പിപ്പാര, ലിവർ, ആക്സോ ബ്ലേഡ്, സ്ക്രൂ ഡ്രൈവർ, കയ്യുറകൾ എന്നിവയാണ് കണ്ടെടുത്തത്. അറസ്റ്റിലായ നവനീതിന്റെ 2 കൈകളും മുൻപ് അപകടത്തിൽ നഷ്ടപ്പെട്ടതാണ്. കേന്ദ്രസേനയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ് അനീഷ് കുമാർ. കാരി സതീഷ് പാറാലിലെ ഓട്ടോ ഡ്രൈവറാണ്. പ്രകാശ് ബാബു ഒഴികെ മറ്റ് 5 പ്രതികളും രാഷ്ട്രീയ അക്രമ കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവരാണ്. ജയിലുകളിൽ വച്ചാണ് പ്രകാശ് ബാബു പ്രതികളെ പരിചയപ്പെടുന്നത്. തുടർന്നാണ് സംഘം കവർച്ച നടത്തി വന്നത്. കേരളം, കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിരുന്നു മോഷണം. കർണാടക പോലീസിന്റെ ഹാർഡ്കോർ ക്രിമിനൽ പട്ടികയിൽപ്പെട്ടതാണ് പ്രകാശ് ബാബു. കർണാടക പോലീസ് ഇയാൾക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പാഠപുസ്തകം ചോദിക്കുന്ന വിദ്യാർത്ഥികൾക്കു നേരെ ഗ്രനേഡ് പ്രയോഗിക്കുന്ന സർക്കാരാണ് കേരളത്തിലേതെന്ന് SFI ദേശീയ പ്രസിഡന്റ് വി ശിവദാസൻ കുറ്റപ്പെടുത്തി. പാഠപുസ്തകം എപ്പോൾ നൽകുമെന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ല. സ്വകാര്യ പ്രസ്സുമായി രഹസ്യകരാർ ഉണ്ടാക്കുക വഴി കോടികളുടെ അഴിമതിക്കാണ് കളമൊരുക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത പദവികൾ നിറച്ച് ലീഗുകാരുടെ വിദ്യാഭ്യാസ കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. SC/ST വിദ്യാർത്ഥികളുടെ സ്റ്റൈപ്പൻഡ് വിതരണവും ഇതുവരെ നടന്നിട്ടില്ല. സമരം ചെയ്ത വിദ്യാർത്ഥികളെ സർക്കാർ അടിച്ചമർത്തുകയാണെന്നും വി ശിവദാസൻ കുറ്റപ്പെടുത്തി. അതിനുശേഷം ഇന്ന് പാഠപുസ്തകത്തോട് വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടുന്ന പാഠപുസ്തകത്തോട് ഇവരെടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് സ്വകാര്യ പ്രസ്സുകളുമായി ചില ഇടപാടുകൾ, ചില രഹസ്യ കരാറുകൾ ഇവരുണ്ടാക്കിയിട്ടുണ്ടെന്നും ആ രഹസ്യ കരാറിൻ്റെ ഭാഗമായി ടെൻഡർ പോലും വിളിക്കാതെ ചിലയിടങ്ങളിൽ പുസ്തക പ്രിൻറ്റിംഗ് ഇവർ നടത്തിയിട്ടുണ്ടെന്നുമുള്ള ചർച്ച ചില ഭാഗത്തു നിന്ന് കേൾക്കാനിടയാവുകയാണ്. പാഠപുസ്തകത്തിൽ അഴിമതിയും ഏകോപനമില്ലായ്മയുമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് ടി.വി. രാജേഷ് എം.എൽ.എ. കുറ്റപ്പെടുത്തി. യുവജന വിദ്യാർത്ഥി സമരങ്ങളെ അടിച്ചമർത്തുന്ന സർക്കാർ നയം അംഗീകരിക്കാനാവില്ല. പുതിയ അധ്യാപക പാക്കേജ് സർക്കാർ സ്കൂളുകൾക്കും ബാധകമാക്കണമെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. പാഠപുസ്തക അച്ചടിയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളെ ഏകോപിപ്പിച്ച പുസ്തകം എത്തിക്കുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയമാണ്. പുസ്തകം അച്ചടിക്കാൻ കഴിഞ്ഞ ഒക്ടോബറിൽ ഓർഡർ നൽകിയെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. എന്നാൽ അച്ചടി വിഭാഗം പറയുന്നത് ഫെബ്രുവരിയിലാണെന്നാണ്. ഇതുതന്നെ ഏകോപനമില്ലായ്മയുടെ ഉത്തമോദാഹരണമാണെന്ന് ടി.വി. രാജേഷ് എം.എൽ.എ. പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ 4 വർഷമായി നമ്മുടെ സ്കൂളുകളിൽ സ്റ്റാഫ് ഫിക്സേഷൻ നടന്നിട്ടില്ല. സാധാരണ എല്ലാ അക്കാഡമിക് ഇയറിലും ജൂലൈ മാസം ആദ്യത്തെ ആഴ്ചയാണ് വിദ്യാർത്ഥികളുടെ തലയെണ്ണൽ നടക്കാറുള്ളത്. തുടർന്ന് പോസ്റ്റ് ഫിക്സ് ചെയ്യാറുള്ളത്. എന്നാലിപ്പോൾ കഴിഞ്ഞ 4 വർഷമായി മാനേജ്മെന്റ് സ്കൂളുകൾക്കായി ഇപ്പോൾ പ്രഖ്യാപിച്ച അധ്യാപക പാക്കേജ് സർക്കാർ സ്കൂളുകൾക്കും ബാധകമാക്കണം. പെൻഷൻ പ്രായം 58 ആക്കാനുള്ള സർക്കാർ നീക്കം അപ്രായോഗികമാണെന്നും ശമ്പള കമ്മീഷന്റെ മറവിൽ പെൻഷൻ പ്രായം ഉയർത്താനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും DYFI സംസ്ഥാന പ്രസിഡന്റ് ടി.വി. രാജേഷ് എം.എൽ.എ. ആവശ്യപ്പെട്ടു. SFI പ്രവർത്തകർ കണ്ണൂരിൽ പ്രകടനം നടത്തി. കലക്ടറേറ്റ് മാർച്ചിനോടനുബന്ധിച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അഫ്സലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം. SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് സിറാജ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ജിബിൻ ദാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടത്തിയത്. കുറുവ കരാറിനകം ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാങ്ക് പരിസരത്ത് ജനസദസ്സ് സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി MK മോഹനൻ ഉദ്ഘാടനം ചെയ്തു.
കരാറിനകം ബാങ്ക് ഭരണസമിതി പിരിച്ചുവിടുക, പണയ സ്വർണം കളവു നടത്തിയ ജീവനക്കാരെ പുറത്താക്കുക, ബാങ്ക് ഡയറക്ടറായിരുന്ന CH രാജേന്ദ്രന്റെ മരണത്തിന് കാരണക്കാരായ CPM നേതാക്കളെ ഉടൻ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് കോൺഗ്രസ് ജനസദസ്സ് സംഘടിപ്പിച്ചത്. ബാങ്കിലെ അഴിമതിക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് DCC ജനറൽ സെക്രട്ടറി MK മോഹനൻ പറഞ്ഞു. ഈ അക്കൗണ്ടിനെതിരെയും ബ്രാഞ്ച് മാനേജർക്കുമെതിരെയുള്ള അന്വേഷണം തകർന്ന ഡിപ്പാർട്ട്മെന്റ് അവസാനിച്ചിട്ടില്ല, പോലീസ് അവസാനിപ്പിച്ചിട്ടില്ല, നഷ്ടപ്പെട്ട കളവുപോയ സ്വർണം തിരിച്ചു കിട്ടിയിട്ടില്ല. എന്തടിസ്ഥാനത്തിലാണ് തന്ത്രജ്ഞയുടെ ഭാര്യയെയും ലോക്കൽ കമ്മിറ്റി അംഗത്തെയും തന്ത്രജ്ഞയുടെ മകളെയും ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യയെയും എന്തടിസ്ഥാനത്തിലാണ് തിരിച്ചെടുത്തത്? അതിനിടെ ജനസദസ്സിനെതിരെ പ്രതിഷേധവുമായി ഒരു സംഘം രംഗത്തെത്തിയത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. സിറ്റി SIയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു. നേതാക്കളായ രാജീവൻ എളയാവൂർ, PA ഹരി, ബിജോയ് തയ്യിൽ തുടങ്ങിയവർ സംസാരിച്ചു. മാക്കൂട്ടം അതിർത്തിയിൽ കേരളത്തിന്റെ സ്ഥലം കർണാടകം കയ്യേറിയ സംഭവം പഠന റിപ്പോർട്ട് ഉടൻ സർക്കാരിന് സമർപ്പിക്കും. EK സുധീറിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയുടെ പഠനത്തിൽ കേരളത്തിന്റെ സ്ഥലം കർണാടക കയ്യേറിയതായി കണ്ടെത്തിയിരുന്നു. സ്ഥല കയ്യേറ്റം ബാരാപ്പോൾ വൈദ്യുത പദ്ധതിയിൽ അവകാശം ഉന്നയിക്കാൻ ലക്ഷ്യമിട്ടാണെന്ന് കരുതുന്നു. മാക്കൂട്ടത്തിന് സമീപം ബാരാപ്പോൾ നദീ തീരത്ത് 2 കിലോമീറ്ററിലധികം ദൂരത്തിൽ 2 മീറ്റർ മുതൽ 6 മീറ്റർ വരെ വീതിയിൽ കേരളത്തിന്റെ റവന്യൂ ഭൂമി കയ്യേറിയതാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടങ്ങളിൽ കർണാടക വനം വകുപ്പ് ജണ്ടയും മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ വരെയുള്ള വിവിധ സമയങ്ങളിലായി മാക്കൂട്ടം ബ്രഹ്മഗിരി വന്യജീവി സങ്കേതം അധികൃതരുടെ നേതൃത്വത്തിൽ വ്യാപക കയ്യേറ്റം നടത്തിയതായാണ് ആക്ഷേപം ഉള്ളത്. ഓരോ തവണയും നാട്ടുകാരും പ്രാദേശിക അധികൃതരും സംഭവം ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നുണ്ടെങ്കിലും നടപടി ഉണ്ടാകാറില്ല. ഒടുവിൽ സണ്ണി ജോസഫ് MLA പ്രശ്നത്തിന്റെ ഗൗരവം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ നേരിട്ട് ബോധ്യപ്പെടുത്തിയതിനെ തുടർന്ന് അഡീഷണൽ പ്രിൻസിപ്പൽ CCF PK കേശവൻ, സംസ്ഥാന സർവേ ഡയറക്ടർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയെ 3 മാസം മുമ്പ് കേരള സർക്കാർ നിയോഗിക്കുകയുണ്ടായി. ഈ സമിതിക്ക് വേണ്ടിയാണ് EK സുധീറിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം അന്വേഷണം നടത്തിയത്. ഇനി ഒരു ഇടവേളക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Diamonds from Bima. തലശ്ശേരിയിൽ വൻ കവർച്ചാ സംഘം അറസ്റ്റിൽ. ആയുധങ്ങൾ കണ്ടെടുത്തു. പിടിയിലായവരിൽ രാഷ്ട്രീയ ക്രിമിനലുകളും. സംഘം 250-ലേറെ കവർച്ച നടത്തിയതായി പോലീസ്. പാഠപുസ്തകം ചോദിക്കുന്ന വിദ്യാർത്ഥികളെ സർക്കാർ അടിച്ചമർത്തുകയാണെന്ന് V ശിവദാസൻ. സ്വകാര്യ പ്രസ്സുമായുള്ള ഇടപാട് അഴിമതി നടത്താൻ, സമരങ്ങളെ അടിച്ചമർത്താൻ അനുവദിക്കില്ലെന്ന് TV രാജേഷ് MLA. അംഗനവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണമെന്ന ആവശ്യം. രാജ്യവ്യാപകമായി മാർച്ചും ധർണയും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ചിൽ ആയിരങ്ങൾ പങ്കെടുത്തു. മാക്കൂട്ടം അതിർത്തിയിൽ കേരളത്തിന്റെ സ്ഥലം കർണാടകം കയ്യേറിയ സംഭവം പഠന റിപ്പോർട്ട് ഉടൻ സർക്കാരിന് സമർപ്പിക്കും. കേരളത്തിന്റെ സ്ഥലം കയ്യേറിയതായി റിപ്പോർട്ട്. കയ്യേറ്റം ബാരാപ്പോൾ ജലവൈദ്യുത പദ്ധതിയിൽ. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Diamonds from Bima. കൊയിലി ഹാർട്ട് സെന്റർ, കൊയിലി ഹോസ്പിറ്റൽ, കണ്ണൂർ. Besto Bags, Indica Plaza, Rajiv Gandhi Road, Kannur. Gemino International Jewelers, Kerala, Tamil Nadu, Maharashtra, UAE, Kuwait. Bag and Bank, Wholesale and Retail, Rajiv Gandhi Road near Jaspal Corner, Kannur. ഉന്നത വിജയത്തിന് ഇനി ആശങ്കകളില്ല. നളന്ദ കോളേജ് ഏച്ചൂർ. 10 മുതൽ 50% വരെ വിലക്കുറവിൽ ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. Honest Bill Mart, a smart selection. VKX Complex, NH Road, Chuva, Kannur. വാർത്തകളിലേക്ക്. മഴ ശക്തി പ്രാപിച്ചതോടെ കണ്ണൂർ നഗരത്തിൽ വെള്ളക്കെട്ടും രൂക്ഷമായി. ജില്ലാ പഞ്ചായത്തിന് മുൻവശം, താവക്കര, AKG ആശുപത്രി പരിസരം എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. മഴ തിമിർത്തു പെയ്യാൻ തുടങ്ങിയതോടെ നഗരത്തിലെങ്ങും വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ്. നഗരഹൃദയത്തിലെ ജില്ലാ പഞ്ചായത്ത് വികസന കേന്ദ്രത്തിനു മുന്നിലെ വെള്ളക്കെട്ട് മൂലം വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ചില്ലറയല്ല ബുദ്ധിമുട്ട്. സർക്കിളിന് സമീപമുള്ള വെള്ളക്കെട്ടായതിനാൽ പല വാഹനങ്ങളും വളവ് തിരിയാൻ പോലും ഏറെ ബുദ്ധിമുട്ടുകയാണ്. ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾ കാൽനട യാത്രക്കാരുടെ ദേഹത്തേക്ക് വെള്ളം തെറിപ്പിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. പലരും വെള്ളത്തിലൂടെ കഷ്ടപ്പെട്ടാണ് റോഡ് മുറിച്ചു കടക്കുന്നത്. നഗരത്തിലെ പലയിടത്തും സ്ഥിതി ഇതുതന്നെയാണ്. വെള്ളമൊഴുകേണ്ട
ഓടകൾ മാലിന്യവും മണ്ണും കല്ലും നിറഞ്ഞ് അടഞ്ഞതിനെ തുടർന്നാണ് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. വെള്ളക്കെട്ട് ജനങ്ങൾ ദുരിതത്തിൽ. നടാൽ വായനശാലയ്ക്ക് സമീപം 6-ാം വാർഡിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. മണ്ണിട്ടുയർത്തിയ പുതിയ റോഡിന് സമീപം ഓവുചാൽ ഇല്ലാത്തതാണ് വെള്ളം കയറാൻ കാരണം. കനത്ത മഴയെ തുടർന്നാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഇവിടെ പുതിയ റോഡ് നിർമ്മിക്കുന്നതിനായി മണ്ണിട്ട് ഉയർത്തിയിരുന്നു. സമീപത്ത് ഓട ഇല്ലാത്തതിനാലാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത്. ചതുപ്പായതിനാൽ മഴവെള്ളം ഉയർന്ന് സമീപത്തെ ബാബുവിന്റെ വീട്ടിൽ വെള്ളം കയറി. ഓവുചാൽ നിർമ്മിച്ച് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന് എടക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV രവീന്ദ്രൻ പറഞ്ഞു. പഞ്ചായത്തിന് പെട്ടെന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി ഡ്രെയിനേജ് കട്ട് ചെയ്തിട്ട് വെള്ളം തൽക്കാലം ഒഴുക്കി വിടാൻ നടപടി എടുക്കുന്നുണ്ട്. റോഡ് ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. റോഡ് ഉണ്ടാക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെ പ്രയാസം നമുക്ക് അനുഭവപ്പെട്ടില്ല. പുതിയ റോഡ് വന്നപ്പോൾ മണ്ണിട്ട് നിർത്തുമ്പോൾ ഒരു ഉയർത്തി കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. റോഡിനടിഭാഗത്തുകൂടി പൈപ്പിട്ട് വെള്ളം തിരിച്ചുവിട്ടാൽ മാത്രമേ ഇവിടുത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാനാവൂ. പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. മഴ കാരണം 11-ാം വാർഡിലെ കുറ്റിക്കകത്ത് സ്വകാര്യ വ്യക്തിയുടെ മതിലിടിഞ്ഞിരുന്നു. ചാല നടാൽ ബൈപ്പാസിൽ കണ്ടെയ്നർ ലോറി റോഡരികിലെ കേബിൾ കുഴിയിൽ താഴ്ന്നു. ഹരിയാനയിൽ നിന്നും കാറുകളുമായി എത്തിയ ലോറിയാണ് ചെളിയിൽ പൂണ്ടത്. ബൈപ്പാസിൽ അനധികൃതമായി കണ്ടെയ്നറുകൾ നിർത്തിയിടുന്നത് അപകട ഭീഷണിയാവുന്നത് സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ചാല നടാൽ ബൈപ്പാസിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ലോറികൾ തലങ്ങും വിലങ്ങും നിർത്തിയിടുന്നത് മറ്റു വാഹനങ്ങൾക്ക് അപകട ഭീഷണിയാവുന്നത് സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്വകാര്യ കമ്പനി കേബിൾ ഇടുന്നതിനായി കുഴിയെടുത്ത് മൂടിയിരുന്നു. എന്നാൽ ചെളി നിറഞ്ഞ കുഴിയിലേക്ക് ലോറി താഴ്ന്നു പോവുകയായിരുന്നു. മൊയ്തുപാലം അപകടാവസ്ഥയിലായതാണ് ചാല നടാൽ ബൈപ്പാസിനെ ലോറികൾ ആശ്രയിക്കാൻ പ്രധാന കാരണം. സ്വകാര്യ വാഹന യാർഡിലേക്ക് വരുന്ന കണ്ടെയ്നറുകൾ ചാല ബൈപ്പാസ് മുതൽ ഗേറ്റ് വരെ നിർത്തിയിടുന്നത് നാട്ടുകാരിൽ പ്രതിഷേധം ശക്തമാണ്. ഇവിടെ വെച്ചാൽ ഭയങ്കര ട്രാഫിക്കിന്റെ പ്രശ്നങ്ങളുണ്ട്. ഈ വണ്ടി ഇങ്ങനെ സൈഡ് ഇങ്ങനെ നിർത്തിയിടുന്നതുകൊണ്ട് അങ്ങനെ വരുന്ന വണ്ടിക്കാർക്കൊന്നും ചിലപ്പോൾ കാണൂല. പിന്നെ ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, വണ്ടി ഇവിടെ അമർന്നിട്ട് അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഈ വണ്ടി ഏത് നിമിഷവും ചിലപ്പോൾ മറിയാൻ സാധ്യതയുണ്ട്. മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയായി കൂറ്റൻ ആൽമരം. ചക്കരക്കൽ 3 പെരിയ റോഡിലാണ് ആൽമരം ഉള്ളത്. മരം ഡ്രൈവർമാരുടെ കാഴ്ചയ്ക്ക് തടസ്സമാവുന്നതിനാൽ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചക്കരക്കൽ 3 പെരിയ റോഡിൽ കണയന്നൂർ മുതുകുറ്റി റോഡിൽ നിന്നും പ്രധാന റോഡിലേക്ക് കയറുന്ന ഭാഗത്താണ് കൂറ്റൻ ആൽമരമുള്ളത്. വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയായി മരത്തിന്റെ ശിഖരങ്ങൾ റോഡിലേക്ക് വളർന്നിട്ടുണ്ട്. ഉപറോഡിൽ നിന്നും കയറുന്ന വാഹനങ്ങൾക്ക് മറ്റു വാഹനങ്ങൾ കാണുന്നതിന് ആൽമരം തടസ്സമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മരം മുറിച്ചു മാറ്റണം എന്നാണ് പഞ്ചായത്ത് 5-ാം വാർഡ് കൺവീനറും പൊതുപ്രവർത്തകനുമായ രമേശൻ പറഞ്ഞു. എത്രയോ ആളുകൾക്ക് അപകട ഭീഷണിയും ഒരുപാട് വാഹന അപകടവും ഒക്കെ ഉണ്ടായ ഒരു ആൽമരമാണ്. അത് ജനങ്ങൾക്ക് ഭീഷണിയാണ്. ജനങ്ങൾക്കും വാഹനങ്ങൾക്കും വരുന്ന അങ്ങനെ മുട്ടത്തിറക്കുന്ന വരുന്നതോ വെള്ളച്ചാലിനും ചക്കരക്കലിൻ്റെ അടുത്ത് പോകുന്ന വാഹനങ്ങൾ ശരിക്കും പോകുമ്പോൾ വാഹനങ്ങൾ വരുന്ന കാണുന്നില്ല. എത്രയോ അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ അപകടത്തിന് കാരണം ഈ ആൽമരമാണ്. ഈ ആൽമരം എത്രയും പെട്ടെന്ന് തന്നെ മുറിച്ചു മാറ്റാനുള്ള വേണ്ട നടപടി ഉണ്ടാകണം. മുൻപും പലതവണ ആൽമരത്തിന്റെ ശിഖരങ്ങൾ പൊട്ടിവീണ് അപകടങ്ങൾ നടന്നിട്ടുണ്ട്. ആൽമരത്തിന്റെ വലിപ്പം കാരണം ഇവിടെ റോഡിന് വീതി കുറവായതും അപകടത്തിന് വഴിവെക്കുന്നുണ്ട്. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ സർക്കാർ ഉത്തരവ് നൽകിയ പശ്ചാത്തലത്തിൽ ഭീഷണിയായ ഈ ആൽമരവും ഉടനെ മുറിച്ചുമാറ്റുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. മട്ടന്നൂർ വിമാനത്താവളത്തിലേക്കുള്ള ഗ്രീൻഫീൽഡ് റോഡിന്റെ പ്രാരംഭ പ്രവർത്തികൾക്ക് ഉടൻ തുടക്കമാകും. ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങൾ, നഷ്ടപരിഹാര പാക്കേജ് തുടങ്ങിയ കാര്യങ്ങൾ തിങ്കളാഴ്ച മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ചർച്ചയാവും. ഭൂവുടമകളുടെ എതിർപ്പിനെ തുടർന്നാണ് റോഡിന്റെ സർവേകളും മറ്റും തടസ്സപ്പെട്ടത്. കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള പ്രധാന പാതയെന്ന നിലയിൽ ആസൂത്രണം ചെയ്ത ഗ്രീൻഫീൽഡ് റോഡ് ഭൂവുടമകളുടെ പ്രതിഷേധം മൂലമാണ് തുടക്കത്തിൽ തന്നെ പ്രതിസന്ധിയിലായത്. ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പലയിടങ്ങളിലും സർവേ നിർത്തിവെക്കേണ്ടി വന്നു. ഉപഗ്രഹ സർവേ പ്രകാരമാണ് കണ്ണൂർ മട്ടന്നൂർ വികസിപ്പിക്കുന്നതിനു പകരം മേലെ ചൊവ്വയിൽ നിന്നും മൂർഖൻ പറമ്പ് വരെയുള്ള ഗ്രീൻഫീൽഡ് റോഡ് എന്ന ആശയത്തിലെത്തിയത്. ഏകദേശം 600 കോടി രൂപയാണ് ചെലവ് കണക്കാക്കിയിരുന്നത്. ഇതിനു വേണ്ട പാക്കേജ് തയ്യാറാക്കാൻ ധാരണയായി എങ്കിലും പിന്നീട് നടപടിക്രമങ്ങളിൽ പുരോഗതിയുണ്ടായില്ല. വിമാനത്താവളം പൂർത്തിയാകുന്നതോടൊപ്പം റോഡ് വികസനവും വേഗത്തിലാക്കാൻ തീരുമാനമായിട്ടുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരുന്ന 8 റോഡുകളാണ് വികസിപ്പിക്കേണ്ടത്. തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തിൽ കലക്ടറും മറ്റ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ഗ്രീൻഫീൽഡ് റോഡിനു വേണ്ടിയുള്ള സർവേ, ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങൾ, നഷ്ടപരിഹാര പാക്കേജ് എന്നിവ സംബന്ധിച്ച് രൂപം നൽകാനാണ് യോഗം ചേരുന്നത്.
അംഗൻവാടി ജീവനക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ CITU രാജ്യവ്യാപകമായി മാർച്ചും ധർണയും നടത്തി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടന്ന ധർണ C. കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക, താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക, ദേശീയ തലത്തിൽ പെൻഷൻ, ESI, PF എന്നീ ആനുകൂല്യങ്ങൾ നൽകുക, മിനിമം വേതനം 15,000 രൂപയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ. കുട്ടികൾക്ക് പോഷകാഹാരം നൽകി ആരോഗ്യം സംരക്ഷിക്കുന്ന പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനായി ബജറ്റിൽ വകയിരുത്തിയ തുക പോലും വെട്ടിക്കുറച്ചു എന്നും C. കൃഷ്ണൻ MLA പറഞ്ഞു. ഒരു കാലത്ത് അങ്ങനെയുള്ള കുട്ടികളുടെ ആരോഗ്യത്തിൽ വളരെ വളരെ മോശമായിരുന്നു. ഇന്നും ദേശവ്യാപകമായി എടുത്താൽ അങ്ങനെ തന്നെയാണ്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് രൂപം നൽകിയത്. ആ പദ്ധതിക്ക് വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ട് പണം മാറ്റിവെക്കുന്നു, പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. ആ പദ്ധതിയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇല്ലാതാക്കാൻ വേണ്ടി പോകുന്നത്. സമരസഹായ സമിതി ചെയർമാൻ പൂക്കോടൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സെക്രട്ടറി മേരി ജോബ്, പ്രസിഡന്റ് PP കല്യാണി, KV ഓമന, KM പത്മാവതി, PV ജാനകി, NP റോസമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ 2508 അംഗൻവാടിയിൽ നിന്നും 4000-ൽ പരം ജീവനക്കാരാണ് ധർണയിൽ പങ്കെടുത്തത്. ഇന്ന് റംസാൻ മാസത്തിലെ അവസാന വെള്ളി. പ്രാർത്ഥനയ്ക്കായി നിരവധി വിശ്വാസികൾ പള്ളികളിൽ ഒത്തുകൂടി. പല പള്ളികളിലും വിശ്വാസികളുടെ നിര പുറത്തേക്ക് നീണ്ടു. റംസാനിലെ അവസാന വെള്ളിയാഴ്ച പാപമോചനത്തിന്റെ അവസാനത്തെ 10 കണക്കാക്കുന്നത്. പള്ളികളിലെല്ലാം വിശ്വാസികൾ പ്രാർത്ഥനാ നിർഭരമായി. ജുമാ നമസ്കാരത്തിനും മറ്റും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ചിലയിടങ്ങളിൽ സ്ഥലം തികയാതെ നിര പുറത്തേക്ക് നീണ്ടു. നോമ്പിലൂടെയും ഖുർആൻ പാരായണത്തിലൂടെയും രാത്രി നമസ്കാരത്തിലൂടെയും ആർജിച്ചെടുത്ത ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഖത്തീബുമാർ ജുമാ ഖുതുബയിൽ ഉദ്ബോധിപ്പിച്ചു. പ്രാർത്ഥനയിൽ സ്ഫുടം ചെയ്ത മനസ്സും കരഞ്ഞുകലങ്ങിയ കണ്ണുകളോടെയുമാണ് വിശ്വാസികൾ റംസാനിലെ അവസാന വെള്ളിയെ യാത്രയാക്കിയത്. പാപങ്ങൾ കഴുകി വിശുദ്ധനാക്കണമെന്നും നരകമോചനത്തിനായി പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട നാളുകളിൽ അത് നൽകണമെന്നുമായിരുന്നു വിശ്വാസികളുടെ പ്രാർത്ഥന. കുടുംബങ്ങളിൽ മരണപ്പെട്ടവർക്ക് വേണ്ടിയും ഈ ദിവസത്തിൽ പ്രത്യേക പ്രാർത്ഥന നടത്തി. റംസാൻ അവസാന ദിനങ്ങളിൽ എത്തിയതോടെ ഫിത്തർ സക്കാത്ത് നൽകുന്നതിനും ഈദ് ആഘോഷിക്കുന്നതിനുമുള്ള തയ്യാറെടുപ്പും തുടങ്ങിക്കഴിഞ്ഞു. അടുത്ത വെള്ളിയാഴ്ച പെരുന്നാൾ സാധ്യത കണക്കിലെടുത്ത് ഇന്നാണ് എല്ലാവരും അവസാന വെള്ളിയാഴ്ച പ്രാർത്ഥനകളിൽ മുഴുകിയത്. കൈകളിൽ അഴക് വിരിയിച്ച് മൈലാഞ്ചിയിടൽ മത്സരം ശ്രദ്ധേയമായി. ഉർസുലിൻ സീനിയർ സെക്കൻഡറി സ്കൂളിൽ റംസാന്റെ ഭാഗമായാണ് മൈലാഞ്ചിയിടൽ മത്സരം സംഘടിപ്പിച്ചത്. പെരുന്നാൾ അടുത്തതിന്റെ ലഹരിയിലായിരുന്നു വിദ്യാർത്ഥികൾ. കൈകളിൽ നിറയെ മൈലാഞ്ചി ചുവപ്പണിഞ്ഞ് അവർ പെരുന്നാളിനെ വരവേൽക്കുകയാണ്. ഓരോരുത്തരും കൈകളിൽ ചാരുതയോടെ വരച്ചു തുടങ്ങി. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ആഘോഷത്തിനു പുറമെ ഒരു സേവനം കൂടിയായിട്ടാണ് വിദ്യാർത്ഥികൾ മൈലാഞ്ചിയിടൽ മത്സരം സംഘടിപ്പിച്ചത്. നിർധന കുടുംബത്തിന് ഒരു വീട് വെച്ചു കൊടുക്കണം, അതാണ് ഇവരുടെ സ്വപ്നം. പെരുന്നാൾ ആഘോഷത്തിന് പുറമെ ഏറ്റവും വലിയ ലക്ഷ്യം ഒരു പാവപ്പെട്ട കുടുംബത്തിന് വീട് പണിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ വളരെയേറെ സന്തോഷം കൊള്ളുന്നു. 600ഓളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഓരോ ടീമും 30 രൂപ വീതം നിർധന കുടുംബത്തിനായി മാറ്റിവെച്ചു. ജാതിമത ഭേദമന്യേയാണ് ഈ വിദ്യാർത്ഥികൾ ഓണവും ക്രിസ്മസും റംസാനും എല്ലാം ആഘോഷിക്കാറ്. 600-ലധികം കുട്ടികൾ ഇതിൽ പങ്കെടുത്തു എന്നുള്ളതാണ് വലിയ സന്തോഷം. അതിനുപരിയായിട്ട് ഞങ്ങളിവിടെ ക്രിസ്മസ്, ഓണം, ദീപാവലി ഇതൊക്കെ ആഘോഷിക്കാറുണ്ട്. അപ്പം ഞങ്ങളുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഫിലോ ജോർജിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഇവരുടെ ഫെസ്റ്റിവലും കൂടെ, ഇസ്ലാം മതത്തിൽപ്പെട്ട കുട്ടികളുടെ ഒരു ഫെസ്റ്റിവലും കൂടെ ആഘോഷിക്കാം. അത് കുട്ടികൾ കണ്ടിന്യൂ ആയിട്ട് റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായിട്ട് എല്ലാവരും പങ്കുചേർന്ന് ഈ മെഹന്തി മേള അല്ലെങ്കിൽ ഈ മെഹന്തി കോമ്പറ്റീഷൻ ഏറ്റവും വിജയപ്രദമാക്കി എന്നുള്ളതിന്. മൈലാഞ്ചിയിടൽ മത്സരം സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ഫിലോ ജോർജ് ഉദ്ഘാടനം ചെയ്തു. INTUC കണ്ണൂർ ജില്ലാ നേതൃയോഗം ശിക്ഷാസദനം നടന്നു. DCC പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ലോക തൊഴിലാളി യൂണിയൻ കോൺഫെഡറേഷൻ ഇടപെട്ടിരിക്കുന്നത് ഇതിന് തെളിവാണെന്ന് DCC പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറഞ്ഞു. സെപ്റ്റംബർ 2 പണിമുടക്കിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് INTUC പ്രവർത്തകരെ സംബന്ധിച്ച്, INTUC നേതാക്കന്മാരെ സംബന്ധിച്ച് രാജ്യത്തെ ജനങ്ങളുടെ മുമ്പാകെ, മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുമ്പാകെ അഭിമാനപൂർവ്വമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സെപ്റ്റംബർ 2 നമ്മുടെ പണിമുടക്ക് എന്ന് പറയുന്നത് ദേശവ്യാപകമായ പണിമുടക്കാണ്, രാജ്യവ്യാപകമായ പണിമുടക്കാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന, അദ്ദേഹം അധികാരത്തിൽ വന്ന് 1 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ
സെപ്റ്റംബർ 2 നടക്കുന്ന സംയുക്ത ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് വി ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി കെ പ്രമോദ്, കെ ശങ്കരൻ, കെ വേലായുധൻ, KC കരുണാകരൻ, P സൂര്യദാസ് തുടങ്ങിയവർ സംസാരിച്ചു. BJPയുടെ വളർച്ച ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണി ഉയർത്തുന്നുണ്ടെന്ന് CMP ജനറൽ സെക്രട്ടറി CP ജോൺ കണ്ണൂർ ജില്ലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഗുരുഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന കമ്മിറ്റി അംഗം P അനന്തൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. P സുനിൽകുമാർ, CA അജീർ, KK നാണു തുടങ്ങിയവർ സംസാരിച്ചു. ഏകാധിപത്യ സ്വഭാവമുള്ള ജനാധിപത്യത്തിലെ നേതാക്കന്മാരെ ഏകാധിപത്യം അടിച്ചേൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് BJPയുടെ പ്രതിസന്ധി BJPയെ താഴെ ഇറക്കുമോ ഇല്ലയോ എന്നത് ഇപ്പൊ പ്രസക്തമായ കാര്യമില്ല. അവർക്ക് ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ട് എന്നതുകൊണ്ട് തന്നെ BJPയും RSSും നേരിടുന്ന ഈ വലിയ പ്രതിസന്ധിയെ മറികടക്കാൻ അഴീക്കലിൽ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുന്നു. അഴീക്കൽ ചാൽ കോളനിയിലെ പൈക്കുടിയൻ ബാബുവാണ് ഇന്നലെ വൈകിട്ട് മത്സ്യബന്ധനത്തിനിടെ കടലിൽ വീണത്. അഴീക്കലിലും കണ്ണൂരിലുമുള്ള പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ഇന്ന് മത്സ്യബന്ധനത്തിനിറങ്ങാതെ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. അഴീക്കൽ ചാൽ കോളനിയിലെ പൈക്കുടിയൻ ബാബുവിനെയാണ് ഇന്നലെ ഉച്ചകഴിഞ്ഞ് 3 അഴീക്കൽ തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ അകലെ വച്ച് കാണാതായത്. നീർക്കടവിൽ നിന്നും അനുഗ്രഹ എന്ന ഫൈബർ വള്ളത്തിൽ മത്സ്യബന്ധനത്തിന് പുറപ്പെട്ടതായിരുന്നു ബാബുവും സംഘം. കോസ്റ്റ് ഗാർഡിന്റെയും അഴീക്കൽ തീരദേശ പോലീസിന്റെയും നേതൃത്വത്തിൽ ബാബുവിനായി തിരച്ചിൽ നടത്തി വരികയാണ്. ഫിഷറീസ് രക്ഷാ ബോട്ടും മറൈൻ എൻഫോഴ്സ്മെന്റും മത്സ്യത്തൊഴിലാളികളും തിരച്ചിലിനുണ്ട്. അഴീക്കലിലും കണ്ണൂരിലുമുള്ള പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും മത്സ്യബന്ധനത്തിനിറങ്ങാതെ രക്ഷാപ്രവർത്തകർക്കൊപ്പം തിരച്ചിലിന് സഹായിക്കാറുണ്ട്. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും കാരുണ്യ കിറ്റ് വിതരണവും നടന്നു. വാരം മാപ്പിള LP സ്കൂളിൽ നടന്ന പരിപാടി DDE E വസന്തൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് MP നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. M അഷ്റഫ്, സുനിൽകുമാർ, A മുഹമ്മദ് അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. പുണ്യമാസങ്ങളിൽ നാം അനുവർത്തിക്കുന്ന നോമ്പുകളുടെയും അതുപോലത്തെ വ്രതങ്ങളുടെയും ഒക്കെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മനസ്സിനെ വിപുലീകരിച്ചെടുക്കുക, മനസ്സിനെ നമുക്ക് നേർവഴിക്ക് നയിക്കാൻ സാധിക്കുന്ന തരത്തിൽ അതിനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരം വ്രതകാലങ്ങളുടെ പ്രധാന കാര്യമെന്ന് നമുക്കറിയാം. കണ്ണൂർ മെഡിസിറ്റി ഇന്റർനാഷണൽ അക്കാദമിയിൽ മീഡിയ ലാബ് പ്രവർത്തനം ആരംഭിച്ചു. മുൻ മന്ത്രി K സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ആദ്യത്തെ മീഡിയ ലാബാണിത്. മെഡിസിറ്റി ഗ്രൂപ്പ് ചെയർമാൻ രാഹുൽ ചക്രപാണി അധ്യക്ഷത വഹിച്ചു. സിമി ആൻഡ്രൂസ് ജോസി, ഡോക്ടർ സുൽഫിക്കർ അരി, സൈനൽ അബീദിൻ, മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ലാംഗ്വേജ് അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലോകമെമ്പാടും ഇനിയും ഉയരത്തിലേക്ക് എത്താൻ മലയാളികൾക്ക് തടസ്സമതാണ്. ഞാൻ ഇതിനൊന്നും കുട്ടികളെ കുറ്റം പറയാറില്ല. ഞാനിതിനെ കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ. ഇത്രയൊന്നും നോളജ് ഇല്ലാത്ത തമിഴ്നാട്, ഇത്രയൊന്നും നോളജ് ഇല്ലാത്ത കർണാടകയിൽ പോയാൽ ഒരു 10ാം ക്ലാസ് സാമാന്യം പാസ്സായ കുട്ടികൾ പോലും ഇംഗ്ലീഷ്. അറിയിപ്പ്. സീനിയർ സിറ്റിസൺ ഫോറം ചൊവ്വ യൂണിറ്റിന്റെ പ്രതിമാസ യോഗം നാളെ 4:30 ചൊവ്വ സ്കൂളിൽ നടക്കും. എല്ലാ മെമ്പർമാരും പങ്കെടുക്കണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ജില്ലാ പോലീസ് പരാതി അതോറിറ്റി ചെയർമാൻ 14, 15 തീയതികളിൽ കലക്ട്രേറ്റിൽ സിറ്റിംഗ് നടത്തും. പരാതിക്കാർ അനുവദിച്ച തീയതികളിൽ രാവിലെ 11 മണിക്ക് വിചാരണയ്ക്ക് ഹാജരാവണം. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ B.Ed കോഴ്സിൽ ഇംഗ്ലീഷ്, ഗണിതം എന്നിവയിൽ ഗസ്റ്റ് ലെക്ചറെ നിയമിക്കുന്നു. യോഗ്യരായവർ 14-ന് 11 മണിക്ക് പ്രിൻസിപ്പൽ മുമ്പാകെ ഹാജരാകണം. കണ്ണൂർ സർവകലാശാല 6ാം സെമസ്റ്റർ BSW ഡിഗ്രി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഫലം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. സർവകലാശാല വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിൽ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ പഠനക്കുറിപ്പുകൾ 19, 20, 21 തീയതികളിൽ വിതരണം ചെയ്യും. ഐഡന്റിറ്റി കാർഡ് ഹാജരാക്കണം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Diamonds from Bima. തലശ്ശേരിയിൽ വൻ കവർച്ചാ സംഘം അറസ്റ്റിൽ. ആയുധങ്ങൾ കണ്ടെടുത്തു. പിടിയിലായവരിൽ രാഷ്ട്രീയ ക്രിമിനലുകളും. സംഘം 250-ലേറെ കവർച്ച നടത്തിയതായി പോലീസ്. പാഠപുസ്തകം ചോദിക്കുന്ന വിദ്യാർത്ഥികളെ സർക്കാർ അടിച്ചമർത്തുകയാണെന്ന് V ശിവദാസൻ. സ്വകാര്യ പ്രസ്സുമായുള്ള ഇടപാട് അഴിമതി നടത്താൻ, സമരങ്ങളെ അടിച്ചമർത്താൻ അനുവദിക്കില്ലെന്ന് TV രാജേഷ് MLA. അംഗനവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണമെന്ന ആവശ്യം. രാജ്യവ്യാപകമായി മാർച്ചും ധർണയും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ചിൽ ആയിരങ്ങൾ പങ്കെടുത്തു.
മാക്കൂട്ടം അതിർത്തിയിൽ കേരളത്തിന്റെ സ്ഥലം കർണാടകം കയ്യേറിയ സംഭവം പഠന റിപ്പോർട്ട് ഉടൻ സർക്കാരിന് സമർപ്പിക്കും. കേരളത്തിന്റെ സ്ഥലം കയ്യേറിയതായി റിപ്പോർട്ട്. കയ്യേറ്റം ബാരാപ്പോൾ ജലവൈദ്യുത പദ്ധതിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.